ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം
പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാത്മ്യമാണ് പാരായണം നടത്തുന്ന ഭാഗം. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 1-ാം അധ്യായം. ശൗനക ഉവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യാസ്ഥിരസ്യ ച വിധിശ്രവേ കുതപ്രീതി സംയോഗഃ കുത്ര തൈഃ സഹ. സൂത ഉവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനകം ശുകേന മമ യൽ പ്രോക്തം രഹസ്യം വിചാര്യ ച. ഏകദാ ഹി വിശാലായാം ചത്വാര ഋഷയോ മലാഃ സത്സംഗാർത്ഥം സമായാത ദദൃശുസ്തത്ര നാരദം. കുമാരാ ഊജു കഥം ബ്രഹ്മൻ ദീനമുഖ കുതശ്ചിന്താതുരോ ഭവൻ ത്വരിതം ഗമ്യതേ കുത്ര കുതശ്ചാഗമനം തവ. ഇദാനിം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജനഃ തദ്വേദം മുക്തസംഗസ്യ നോചിതം വദ കാരണം. നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം ദധാ. ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതഃ. നാപശ്യം കുത്രജിൽ ശർമ്മ മനസ്സന്തോഷകാരകം കലിനാധർമ്മമിത്രേണ ധരേയം ബാധിതാധുനാ. സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഭരിണോ ജീവ വരാഗാഃ കൂടഭാഷിണഃ മന്ദാഃ സുമന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ പാഖണ്ഡനിരതാഃ സന്തോ വിരക്താഃ സപരിഗ്രഹാഃ. തരുണീ പ്രഭുദാഗേഃ സ്യാലകോ ബുദ്ധിദായക കന്യാവിക്രയിണോ ലോഭാൽ ദമ്പതീനാം ജഗൽക്കനം. ആശ്രമായവനൈരുദ്ധാഃ തീർത്ഥാനി സരിതസ്തഥാ ദേവതായതനന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂരിശഃ. നയോഗീ നൈവ സിദ്ധോ വാ ന ജ്ഞാനീ സൽക്രിയോ നരഃ കലിദാവാനലയേനാദ്യ
സാധനം ഭസ്മദം ഗതം കലി ദാവാനലേനാദ്യ സാധനം ഭസ്മദം ഗതം. ശ്രീമൽ ഭാഗവതം വിശേഷപ്പെട്ട കഥാഭാഗങ്ങളായിട്ട് മഹാത്മ്യരൂപത്തിൽ പത്മപുരാണത്തിൽ വർണ്ണിച്ചു. നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചില ചോദ്യങ്ങൾക്ക് സൂതപൗരാണികൻ പുരാണാചാര്യൻ ഉത്തരം പറയുന്ന രൂപത്തിലാണ് നമ്മൾ കഥകൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ ജീവൻ ഇപ്പോഴ് ആസുരഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ് കലിയുഗത്തിൽ. ജീവശ്ച ആസുരതാംഗത, ആസുരഭാവം എന്ന് പറഞ്ഞാൽ അസുരഭാവം ജീവന് വന്നിരിക്കുന്നു. അതിനെ ദേവത്വത്തിലേക്കും സാധിച്ചില്ലെങ്കിൽ മനുഷ്യത്വത്തിലേക്കെങ്കിലും എത്തിക്കാനുള്ള പരിശ്രമം അതെന്താണ്? ബഹുവിധ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. ഈ അസുരന്മാർ ചെയ്യുന്ന കർമ്മങ്ങൾ, അസുരന്മാർ രാക്ഷസന്മാരൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ദുഷ്കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ. അത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ അവർക്കേ സാധിക്കുള്ളൂ. മനുഷ്യനും ആ തരത്തിൽ ദുഷ്ടകർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഈ മനുഷ്യത്വം എന്നുള്ളത് നഷ്ടപ്പെടുന്നു എന്ന് താല്പര്യം. അതുകൊണ്ടാണ് നമ്മളെ അനേക തരത്തിലുള്ള ക്ലേശങ്ങൾ ബാധിക്കുന്നു. ഈ പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നത്, ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ചെയ്ത പാപത്തെ അനുഭവിച്ച് തീർക്കുകയാണ്. കൊന്നാൽ പാപം, തിന്നാൽ തീരും എന്നാണ്. അനുഭവിച്ച് തീർക്കുകയാണ്. അതിൽ നിന്ന് ജീവനെ മോചിപ്പിക്കാനുള്ള മാർഗം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. സമയം വൈകാതെ അത് ചിന്തിക്കണം. അതാണ് ആധ്യാത്മിക ചിന്ത എന്ന് പറയുന്നത്. ഇതിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം. ഇവിടെ ചോദ്യങ്ങൾ ഭക്തി വാസ്തവീജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭക്തി എന്നാൽ എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ പറഞ്ഞു വാസ്തവത്തെ സംബന്ധിച്ച അറിവ് തന്നെയാണ് ഭക്തി. അതായത് സത്യമായിട്ടുള്ളത്, വാസ്തവം അവാസ്തവം രണ്ടുണ്ട്. ഒന്ന് യഥാർത്ഥമായിട്ടുള്ളത്, മറ്റത് അയഥാർത്ഥമായിട്ടുള്ളത്. യഥാർത്ഥമായിട്ടുള്ളത് പോലെ തോന്നും എന്ന് മാത്രം. അപ്പൊ ഈ വാസ്തവത്തെ സംബന്ധിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. വാസ്തവത്തെ അറിയുക. ഇനി വാസ്തവത്തെ സംബന്ധിച്ച അറിവാണ് ഭക്തിയെങ്കിൽ വാസ്തവം എന്താണ്? അടുത്ത ചോദ്യം അതാണ്. വിഷയാസക്തിയെ നശിപ്പിക്കുന്നതായ ഈ ഭൗതിക വിഷയങ്ങളോടുള്ള, നമ്മളുടെ ലോകത്തിലുള്ള വിഷയങ്ങളോടുള്ള നമ്മുടെ അമിതമായ ആസക്തിയെ, ആഗ്രഹത്തെ, തൃഷ്ണയെ വർദ്ധിപ്പിക്കുന്ന വസ്തു യാതൊന്നാണോ അതാണ് വാസ്തവം, അതാണ് സത്യം. അതാണ് ഭാഗവതത്തിലൂടെ സത്യം പരം ധീമഹി, മറ്റുള്ളതൊക്കെ അസത്യം. അടുത്തത് ഭക്തിജ്ഞാന വൈരാഗ്യം ഇവ പ്രബലപ്പെട്ടു വരുവാനുള്ള മാർഗങ്ങൾ അടങ്ങിയ കഥാസാരം എന്താണ് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം അതാണ്. ഭക്തി ജ്ഞാന വൈരാഗ്യം വളർന്നു വരാനുള്ള കഥാസാരം എന്താണ്? അടുത്തത് മായാമോഹത്തെ നീക്കാനുള്ള മാർഗം എന്താണ്? ഇത് മൂന്നാമത്തെ ചോദ്യം. പിന്നെ മംഗളങ്ങളുടെ മധ്യത്തിൽ പരമമായ മംഗളം, പരമമംഗളം എന്താണ്? കല്യാണങ്ങളുടെ മധ്യം, കല്യാണം മംഗളം. ആ കല്യാണങ്ങളുടെ മധ്യത്തിൽ പരമമായ കല്യാണം എന്താണ്? പിന്നെ ശുദ്ധിയെ ജനിപ്പിക്കുന്ന സാധനങ്ങളിൽ വെച്ച് പരമശുദ്ധി, പരമപരിശുദ്ധി ഉണ്ടാക്കുന്ന സാധനം ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ ശ്രീകൃഷ്ണ പ്രാപ്തിയെ സാധിപ്പിക്കുന്ന സാധനം ഏതാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇവിടെ പറയാൻ ആരംഭിച്ചു. ലോകത്തിൽ സർവദോഷങ്ങളും നശിപ്പിക്കുകയും സർവസിദ്ധികളെയും സാധിപ്പിക്കുകയും ചെയ്യുന്ന കാലരൂപമായ സർപ്പത്തിന്റെ വായിൽ പ്രവേശിക്കേണ്ടി വരുന്നതായ ആ ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ച് അമൃതത്വത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി ശ്രീശുകമുനി
വേദാന്ത സാരത്തെ ഉപദേശിച്ചു. അതാണ് ഭാഗവതം. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതായത് കാലരൂപമായ സർപ്പത്തിന്റെ വായിൽ പ്രവേശിക്കേണ്ടി വരുന്നതായ കഠിനമായ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നതും സർവദോഷങ്ങളെയും നശിപ്പിക്കുന്നതും സർവസിദ്ധികളെയും സാധിപ്പിക്കുന്നതുമായ ആ അമൃതത്വത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. കലിയുഗത്തില് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം ഉച്ചത്തില് ഗർജിക്കുന്നു എന്ന് പറയാൻ കാരണം, പിന്നെ മനഃശുദ്ധി ഉണ്ടാക്കുന്നതാണ് ഭാഗവതം. ഭഗവത് കഥകൾ നേരത്തെ പറഞ്ഞു, ഹൃദയത്തിനും മനസ്സിനും ശുദ്ധി ഉണ്ടാക്കണം, പരിശുദ്ധി ഉണ്ടാക്കണം, നിർമ്മലത്വം ഉണ്ടാവണം. അത് ഉണ്ടാക്കിയെടുക്കാൻ ഈശ്വര കഥകൾക്കാണ് കഴിവുള്ളത്. ഈശ്വര കഥകൾ കേൾക്കുകയും നാമങ്ങളും കീർത്തനങ്ങളും പാടുകയുമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇവിടെയാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം. അതായത് നമ്മുടെ ഭാരതത്തെ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു. ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ ഭാരത ചക്രവർത്തിയായിട്ട് ധർമ്മപുത്ര മഹാരാജാവ് യുധിഷ്ഠിര മഹാരാജാവ് അഭിഷേകം ചെയ്യപ്പെട്ടു ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സൂതനായും തോഴനായും ദൂതനായും പലതരത്തിലും അനുഗ്രഹം കൊടുത്തു. ദുഷ്ടന്മാരായിട്ടുള്ള ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ടുള്ള നൂറ്റവന്മാർ അനേകമുണ്ടായിട്ടും അവരുടെ ദുഷ്ടസഹായികൾ അനേകമുണ്ടായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ച 5 പരമഭക്തന്മാർ, ആ പാണ്ഡവർ, അവരാണ് മഹാഭാരത യുദ്ധത്തിൽ വിജയിച്ചത്. ആ യുദ്ധത്തിൻ്റെ ഒടുവിലുള്ള രംഗം എല്ലാം കഴിഞ്ഞ് അജാതശത്രുവായി ധർമ്മപുത്ര മഹാരാജാവ് ഭാരത ചക്രവർത്തിയായി ഭരിച്ചുകൊണ്ടിരുന്നു. ആ പാണ്ഡവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ മഹാപ്രസ്ഥാനം, പാണ്ഡവരുടെ സ്വർഗാരോഹണം മഹാപ്രസ്ഥാനമായിട്ടാണ് വിവരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഭാരതത്തിൻ്റെ ഭരണാധികാരിയാക്കിയിട്ട് വാഴിച്ചത് പരീക്ഷിത്ത് മഹാരാജാവിനെയാണ്. പരീക്ഷിത്ത് അർജുനൻ്റെ പുത്രനായ, നമ്മളിവിടെ മഹാഭാരതം മുഴുവൻ ഇപ്പോഴും വർണ്ണിക്കാൻ പറ്റില്ല, അതിൻ്റെ ഒടുവിലുണ്ടായ കഥയായിട്ടാണ് ഭാഗവതം വർണ്ണിക്കുന്നത്. അഭിമന്യുവിൻ്റെ, അർജുനപുത്രനായ അഭിമന്യുവിൻ്റെയും ഉത്തരാദേവിയുടെയും, അഭിമന്യു മഹാഭാരത യുദ്ധത്തിൽ പത്മവ്യൂഹത്തിലേക്ക് കടന്നു, തിരിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ യുദ്ധത്തിൽ അങ്ങനെ ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്ന ആ അഭിമന്യുവിൻ്റെ പത്നി, ഭാര്യ ഉത്തരാദേവി, അവരുടെ സന്താനമായിട്ടാണ് പരീക്ഷിത്ത് ജന്മമെടുത്തത്. ആ പരീക്ഷത്തിൻ്റെ കഥാഭാഗം ഭാഗവതത്തിൽ പിന്നീട് വിസ്തരിച്ച് അനേകം ശ്ലോകങ്ങൾ കൊണ്ട്, അധ്യായങ്ങൾ കൊണ്ട് വർണ്ണിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. അങ്ങനെയുള്ള പരീക്ഷിത്ത് മഹാരാജാവിനെ, ചെറിയ കുട്ടിയായ പരീക്ഷിത്ത് മഹാരാജാവിനെ രാജ്യഭാരം ഏൽപ്പിച്ച് പാണ്ഡവർ മഹാപ്രസ്ഥാനം ചെയ്തു. പരീക്ഷത്തിൻ്റെ രാജ്യഭാരമാണ് കൃപാചാര്യയുടെ നേതൃത്വത്തിൽ യജ്ഞങ്ങളൊക്കെ നടത്തി എന്നൊക്കെ പറയുന്നു. ഈ പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങനെ വിവാഹമൊക്കെ കഴിച്ച് ഗൃഹസ്ഥാശ്രമിയായി രാജ്യഭാരം നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അത് കലിയുഗത്തിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് എഴുന്നള്ളിയ അന്നാണ് കലിയുഗം ആരംഭിക്കുന്നത്. അതിൻ്റെ കണക്കുകളൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് പിന്നീട് പറഞ്ഞു തരും ഭാഗവത മഹാത്മ്യത്തിൽ. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് ഈ മൃഗയാവിനോദം, നായാട്ടിനായിട്ട് കാട്ടുമൃഗങ്ങളിൽ ദുഷ്ടമൃഗങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് പേടിപ്പിച്ച് ശിഷ്ടജനങ്ങളെ, സാധുജനങ്ങളെ, സജ്ജനങ്ങളെ പരിപാലിക്കുക എന്നുള്ളത് രാജാക്കന്മാരുടെ, ക്ഷത്രിയന്മാരുടെയൊക്കെ ധർമ്മമായി കണക്കാക്കിയിരുന്നു. ഭരണാധികാരികൾ എല്ലാ ഭാഗത്തിലുള്ള ജനങ്ങൾക്കും സ്വൈരജീവിതത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കാട്ടിലേക്ക് മൃഗയാവിനോദം നായാട്ടിനായിട്ട് പുറപ്പെട്ട സമയത്ത് ആ കാട്ടിൽ വെച്ച് ദാഹവും വിശപ്പും ഉണ്ടായി. അങ്ങനെ ഒരു ആശ്രമത്തിൽ ചെല്ലുന്നു. ആ കഥ നമുക്ക് പിന്നീട് അനുസ്മരിക്കാം. ആശ്രമത്തിൽ ചെന്നു. അവിടെ വെച്ചിട്ട് ഈ കലിബാധയുണ്ടായി. തൻ്റെ കിരീടത്തിലുള്ള സ്വർണത്തിലൂടെ, രത്നത്തിലൂടെ കലിബാധയുണ്ടായി. അങ്ങനെ പരീക്ഷത്തിന് ശമീക
മഹർഷിയുടെ പുത്രനായ ശൃംഗി ശാപം കൊടുത്തു. അതായത് ചത്ത പാമ്പിനെ എൻ്റെ അച്ഛൻ്റെ കഴുത്തിലിട്ട അങ്ങ് 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കാൻ ഇടവരട്ടെ എന്നുള്ള ശാപം കൊടുത്തു. പിന്നീട് ഈ ശാപവാർത്ത കൊട്ടാരത്തിൽ ചെന്ന് മുനികുമാരന്മാരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി പരീക്ഷിത്ത് മഹാരാജാവിന് അതുവരെയുള്ള ഭാവം മുഴുവൻ മാറി. എല്ലാം ഉപേക്ഷിച്ചു പരീക്ഷിത്ത്. രാജ്യവും സുഖം, അർജുനൻ്റെ ഒരു വിലാപം അർജുന വിഷാദയോഗത്തിൽ ഭഗവത്ഗീതയിൽ ന കാംക്ഷേ വിജയം കൃഷ്ണ, ആ രാജ്യം സുഖം ബന്ധുക്കൾ ഇവരെല്ലാം ഉപേക്ഷിച്ചിട്ട്, വേണ്ടപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് സുഖം വേണ്ട, രാജ്യം വേണ്ട, അധികാരം വേണ്ട എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരവസ്ഥ ഇവിടെ വേറൊരു തരത്തിൽ അനുഭവയോഗ്യമാക്കി. അതായത് തനിക്ക് മരണം 7-ാം ദിവസം ഉണ്ടെന്നുള്ള ഉറച്ച ഭാവത്തിലെത്തിയതോടു കൂടിയിട്ട് അത് ആ ശാപം കിട്ടിയ പരീക്ഷിത്ത് ഇവിടെ ധന്യനാണ് ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു പരീക്ഷിത്ത്. അങ്ങനെ ബന്ധുക്കളെ, രാജ്യം, ഇതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഉപേക്ഷിച്ച് ഞാനിതാ ഗംഗാതീരത്തേക്ക് പുറപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷിത്ത് ഗംഗയുടെ തീരത്ത് ചെന്നു. ആ പരീക്ഷിത്ത് ഗംഗാതീരത്തെത്തിയ സമയത്ത് ജനങ്ങളൊക്കെ തന്നെ വളരെ വിഷമത്തോടു കൂടിയിട്ട് ഇതാ ഗംഗാതീരത്തേക്ക് വരികയാണ്. കാരണം തങ്ങളെ പുത്രനിർവിശേഷം, ഒരു പിതാവ് പുത്രന്മാരെ സംരക്ഷിക്കുന്നത് പോലെ വളരെയധികം സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ഇത്രയും കാലം പ്രജകളെ ഭരിച്ച മഹാനുഭാവനായ ഈ മഹാരാജാവ് ചക്രവർത്തി പരീക്ഷിത്ത് 7-ാം ദിവസം മരണത്തിന് കൃത്യമായിട്ട് അടിമപ്പെടും. കാരണം ബ്രാഹ്മണ ശാപം, ശ്രേഷ്ഠന്മാരുടെ ശാപം ഏറ്റിരിക്കുകയാണ്. അങ്ങനെ ഗംഗാതീരത്ത് രാജാവിനെ അനുഗമിച്ചു സകലരും. അവിടെ ഋഷീശ്വരന്മാർ വന്ന് നിറഞ്ഞിരിക്കുന്നു. ഗംഗാനദിയുടെ തെക്കേക്കരയിൽ കിഴക്കോട്ട് അഗ്രമായിട്ട് ദർഭപ്പുല്ല് വിരിച്ച് വടക്കോട്ട് മുഖമായിട്ട് പരീക്ഷിത്ത് ഇരിക്കുന്നു. ഇനി 7 ദിവസം ആണല്ലോ ഉള്ളത്, സമയം ഒട്ടും പാഴാക്കാനില്ല. ഈ 7 ദിവസങ്ങൾ കൊണ്ട് ഈശ്വര കഥകൾ എനിക്ക് പറഞ്ഞു തരണം എന്നാണ് പരീക്ഷിത്ത് പറയുന്നത്. എനിക്ക് വേറൊന്നും ആഗ്രഹമില്ല. നിങ്ങൾ ഈ മരണസമയത്ത് ഈശ്വര സ്മരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക്, മരിക്കുന്ന ആൾക്ക് മറ്റുള്ളവർ ചെയ്തു കൊടുക്കേണ്ടുന്ന വിശേഷപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. മഹാഭാരതത്തിൽ സഹസ്രനാമത്തിൻ്റെ മഹാത്മ്യ സമയത്തൊക്കെ പറയുന്നു, യസ്യ സ്മരണ മാത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഏതൊന്നിൻ്റെ സ്മരണ കൊണ്ട് അന്ത്യനിമിഷത്തിൽ, അതൊക്കെ പിന്നീട് വിസ്തരിക്കും, അന്തേ നാരായണ സ്മൃതി, അന്ത്യനിമിഷത്തിൽ ഈശ്വര സ്മരണയുണ്ടാവുക. മരണകാലത്തു ഭവൽ സ്വരൂപത്തെ മരതകവർണ്ണ തെളിഞ്ഞു കാണണം. മുരളീനാഥമാമൃത് കൊണ്ടെൻ്റെ മരണസങ്കടം അകറ്റിടേണമേ. അന്ത്യനിമിഷത്തിൽ ഈശ്വര സ്മരണയുണ്ടാവണം. എനിക്ക് അന്ത്യനിമിഷമായി, നിമിഷങ്ങളായി. കാരണം ഏതാനും ദിവസം കൊണ്ട്, 7 ദിവസം മാത്രമേ എനിക്ക് ആയുസ്സുള്ളൂ. ഈ 7 ദിവസം കൊണ്ട് ഈശ്വരപദത്തിൽ എന്നെ എത്തിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പരിശ്രമിക്കണം. ഈ ഗംഗാനദി ഇത് കേൾക്കണം. ത്രിലോക പാവനിയാണ് ഗംഗാനദി. അതുകൊണ്ട് ഇനി എനിക്ക് മറ്റൊന്നും ആഗ്രഹവുമില്ല. ശരണം ശരണം ശ്രീധര ശ്രീധര ബാലയ പാഹി മാം. മരണം വരെയും തവ തിരുനാമം മനമിതിലരുളുക കൗതുകം. മരണം വരെ അവിടുത്തെ തിരുനാമോച്ചാരണങ്ങൾ കൊണ്ട് എൻ്റെ മരണസങ്കടത്തെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് പരീക്ഷിത്ത് സന്യാസിമാരോടൊക്കെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആർക്കും ഉത്തരം പറയാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. ഈ സമയത്താണ് ശുഗബ്രഹ്മഋഷി, വ്യാസപുത്രനായ ആത്മാരാമനായ ആനന്ദരമണനായ ശുഗബ്രഹ്മഋഷി ഈ ഗംഗാതീരത്തേക്ക് എത്തുന്നു. മനസ്സുകൊണ്ട് നമസ്കരിച്ചു പരീക്ഷിത്ത്. എല്ലാവരും എഴുന്നേറ്റ് വന്ദിച്ചു. ഇവിടെയാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ശുഗബ്രഹ്മഋഷി
ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്ന രംഗം. ഇതാണ് ഭാഗവതത്തിൻ്റെ ഉപദേശരംഗം. അതായത് പരീക്ഷിത് സുഖസംവാദം, പരീക്ഷിത് മഹാരാജാവിന് സുഖബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ളതാണ് ഈ ഭാഗവതം കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ. ഈ സന്ദർഭത്തിലാണ് ദേവന്മാരൊക്കെ കൂടി അമൃതകുംഭം കൊണ്ടുവരുന്ന കഥയും ഭാഗവതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മഹാത്മ്യവും വർണ്ണിക്കുന്നത്. അടുത്ത സുദിനത്തിൽ നമുക്ക് ആ മഹാത്മ്യം മനസ്സിലാക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ചരണനദജനഭരണ തവ കഥകളിന്നു ഞാൻ ചെറ്റുപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസി സകലമതു കൃപയൊടു പൊറുത്തുമാം ത്വൽഭക്തനാകാൻ അനുഗ്രഹിക്കണമേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ഭാഗവത